എൻ്റെ പേര് റിനു റോബർട്ട്. ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു. 2019 നവംബർ 30-നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ മൂന്നാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ്. ഇതെൻ്റെ മമ്മി മോളി റോബർട്ട്. 2023 നവംബർ 15-നാണ് മമ്മി ഉടമ്പടി എടുത്തത്. പരിശുദ്ധ അമ്മ മാതാവ് വഴി ഈശോ ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യമായി തന്നെ പറയട്ടെ, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ജോലി അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ എനിക്ക് കിട്ടിയതാണ്. ഇതിനു മുമ്പ് ഞാൻ വന്ന് അതിന് നന്ദി പറഞ്ഞിട്ടുണ്ട്, സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ആ ജോലി സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടായി. എനിക്ക് ഞാൻ അക്കൗണ്ടൻ്റാണ്. അപ്പോൾ ഞാൻ സാലറി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ബെനഫിഷ്യറി 2 പേരുടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് പഴയ ഒരാളുടെ ബെനഫിഷ്യറി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആരാണെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇനിഷ്യൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ മാറി വേറൊരാളുടെ അക്കൗണ്ടിൽ പോയി. ശരിക്കും കൊടുക്കേണ്ട ആൾക്ക് കാശ് കിട്ടിയില്ല എന്ന് ഞാനൊരു 4 ദിവസം കഴിഞ്ഞാണ് അറിയുന്നത്. അപ്പം ഞാനിത് ഓഫീസിൽ അറിഞ്ഞാലും പ്രശ്നമാണെന്ന് ഞാൻ പേടിച്ച് ഓഫീസിൽ പറഞ്ഞില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ബാങ്കിൽ ചെന്നിട്ടുണ്ടായിരുന്നു. ബാങ്കിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ക്യാഷ് പോയത് അത് തിരിച്ച് എടുക്കാൻ പറ്റില്ല, അവർ മനസ്സ് വിചാരിച്ച് തിരിച്ചു തന്നാലേ തനിക്ക് കാശ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആളുടെ ഫോൺ നമ്പർ ചോദിച്ചായിരുന്നു. അപ്പം കസ്റ്റമറിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പറ്റൂല, അവരുടെ നമ്പർ തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒത്തിരി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു അവർ നമ്പർ തരാൻ വേണ്ടി. ഞാൻ ഒത്തിരി അവരോട് ചോദിച്ചപ്പോൾ അവർ നമ്പർ തന്നില്ല. പക്ഷെ ഞാൻ അറിയണ ഒരു ചേട്ടൻ മുഖേന എനിക്ക് ആ ചേട്ടനെ കാണാൻ ചെന്നപ്പോൾ ആ ചേട്ടൻ, ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉരുവിട്ടുണ്ടേയിരുന്നു നമ്പർ കിട്ടാൻ വേണ്ടി. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഞാൻ മാനേജറിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് മാനേജറിൻ്റെ റൂമിൽ ചെന്ന് തിരിച്ചു വന്നപ്പോൾ എനിക്ക് എല്ലാ ഡീറ്റെയിൽസും എടുത്തു തന്നു. ഞാൻ ആളെ വിളിച്ചപ്പോൾ ആൾ ആ കാശ് ഫുൾ ചിലവാക്കി കളഞ്ഞ് തരാനൊരു വഴിയില്ലെന്ന് മനസ്സിലായി. അപ്പം എനിക്ക് വളരെ സങ്കടമായി. അപ്പം മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ് എങ്ങനെയെങ്കിലും ആ കാശ് എനിക്ക് തിരിച്ചു തരണം, ഇത് ഓഫീസിൽ അറിഞ്ഞ് എനിക്ക് നാണക്കേടാണ്, എൻ്റെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഒത്തിരി പ്രാർത്ഥിച്ചപ്പോൾ ആൾ എൻ്റെ അടുത്ത് ഞാൻ പിന്നീട് വിളിച്ചപ്പോൾ പറഞ്ഞത് ആ കാശ് ഞാൻ തിരിച്ചു തരാം, പക്ഷെ പെട്ടെന്ന് തരാൻ പറ്റില്ല, ഗഡുക്കളായിട്ട് തരാമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ ഓരോ പ്രാവശ്യം ആളെ വിളിക്കുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യം വരെ ഓരോ ദിവസവും കുറച്ച് കാശ് വെച്ചിട്ടിട്ട് തന്ന് ആ കാശ് മൊത്തം എനിക്ക് തിരിച്ചു തന്നു. അത് ഓഫീസിൽ പിന്നീട് ഞാൻ പറഞ്ഞു ഇങ്ങനെ കാശ് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതെനിക്ക് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞത് അത് ഒരു അത്ഭുതമാണ്. കാരണം ആരാണെന്ന് പോലും അറിയാത്ത ഒരാൾ കാശ് ഒരിക്കലും തിരിച്ചു തരില്ല. അപ്പം ഞാനിതിന് നന്ദി പറയാൻ വേണ്ടി ആ നമ്പർ എടുത്ത് തന്ന ചേട്ടനോട് വിളിച്ചു പറഞ്ഞപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, എടോ തനിക്ക് നല്ലൊരു അത്ഭുതം നടന്നതാണ്, ഇത് ഒരിക്കലും തിരിച്ചു കിട്ടൂല, അത് ആള് മനസ്സ് എന്തോ അത്ഭുതം കൊണ്ട് തനിക്ക് തിരിച്ചു കിട്ടി. അപ്പം എനിക്ക് മനസ്സിലായി അമ്മ മാതാവാണ് ഇതിന് മെയിൻ ഇത് ചെയ്തേക്കുന്നത്. ഇത് ചെയ്തു തന്ന അമ്മ മാതാവിന് 1000 നന്ദി ഞാൻ പറയുന്നു. രണ്ടാമത്തെ എൻ്റെ ഉടമ്പടി സാക്ഷ്യം, ഞാൻ ഉടമ്പടിയിൽ കുറച്ച് ഉഴപ്പിപ്പോയി. അപ്പം ഞാൻ എപ്പോഴും മാതാവിനെ കുറിച്ച് ഓഫീസിലിരുന്നൊക്കെ ചിന്തിക്കും, ഇപ്പം റോട്ടിൽ പോയാലും ചിന്തിക്കും, എവിടെ ബസ്സിലാണെങ്കിലും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, പിന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ഓഫീസിൽ നിന്ന് ഉടമ്പടി ഉഴപ്പിയല്ല, മാതാവ് ഇനി എന്നെ ശ്രദ്ധിക്കുമോ എന്ന് വിചാരിച്ച് ഞാൻ ക്ലോക്കിലോട്ട് നോക്കിയപ്പോൾ ക്ലോക്ക് 10ൻ്റെ സൂചി ചെറിയ ഇതിലും 8ൻ്റെ സൂചി വലിയ സൂചി 8ലും വന്ന് നിൽക്കണ്ടായിരുന്നു. അപ്പം എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു ഇത് കൃപാസനത്തിലെ നമ്പറാണല്ലോ, കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ ഘടികാരത്തിലുള്ള ഇങ്ങനെ സമയമാണല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ച്. അത് കഴിഞ്ഞ് ഒരു 1:30 മണിയായപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു, എനിക്ക് സാലറി ഇൻക്രിമെൻറ്റ് ചെയ്തിരുന്നു. ഞാൻ സാലറി ഇൻക്രിമെൻറ്റിന് വേണ്ടി അപ്ലൈ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ ടൈം കാണിച്ച സമയത്ത് ഞാൻ എൻ്റെ ഓഫീസിൽ വേറൊരാളുടെ വീട്ടിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആളെ വിളിച്ച് കാണിച്ചു, ഇത് കണ്ട കൃപാസനത്തിലെ നമ്പർ, മാതാവിൻ്റെ ഉടമ്പടി, മാതാവിൻ്റെ ഘടികാരത്തിൻ്റെ നമ്പറാണല്ലോ ഈ കാണിച്ചേക്കണത്. അപ്പോൾ ആൾ പറഞ്ഞത് ശരിയാണല്ലോ. അപ്പം എനിക്കും ആ വ്യക്തിക്കും സാലറി ഇൻക്രിമെൻറ്റ് ചെയ്തു തന്ന് മാതാവ് അനുഗ്രഹിച്ചു. ഞാൻ വിചാരിക്കാത്ത എമൗണ്ടാണ് എനിക്ക് കിട്ടിയത്. ഇത് അമ്മ മാതാവിൻ്റെ ഒരു ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാമത്തെ ഉടമ്പടി സാക്ഷ്യം, എനിക്കൊരു 4 വർഷമായിട്ട് ആണിരോഗം ഉണ്ടായിരുന്നു. വലുതായിട്ടല്ലായിരുന്നു, ചെറുതായിട്ട്. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് പൊളിക്കുമായിരുന്നു, ആണി ഇങ്ങനെ പൊളിച്ച് കളയുമായിരുന്നു.
പക്ഷെ അത് മാറൂലായിരുന്നു. അപ്പൊ ചില സമയത്ത് എനിക്ക് കാല് നിലത്ത് ചവിട്ടുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ ഞാൻ മാതാവിന്റെ ഉടമ്പടി തൈലം എൻ്റെ കാലിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവ് ഇതൊന്ന് മാറ്റി തന്നേക്കണേന്ന്. ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരാണി പോലും ഇല്ലാതെ അപ്രതീക്ഷിതമായിരിക്കുന്നു. മാതാവിന്റെ ഉടമ്പടി തൈലം കൊണ്ട് മാത്രം മാറിയതാണ്. കാരണം ഞാനൊരു മരുന്ന് പോലും കഴിച്ചിട്ടില്ല. ഇത് മാതാവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നു. അമ്മ മാതാവിന് നന്ദി. നാലാമത്, എനിക്ക് ഈ വയറിൽ ഫുൾ ടൈം ഓഫീസിൽ ഇരുന്നിരുന്ന് വയറിന് ഗ്യാസ് കയറുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 2 ഡോക്ടേഴ്സിനെ കണ്ട്. 2 ഡോക്ടേഴ്സ് ഒരു 6 മാസമൊക്കെ മരുന്ന് കഴിക്കാൻ പറഞ്ഞു. അപ്പം എനിക്ക് മരുന്ന് കഴിക്കാൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ആദ്യം ഒരു ഡോക്ടറെ കണ്ട്, ആ ഡോക്ടർ തന്ന മരുന്ന് കഴിച്ചിട്ടും എനിക്ക് മാറുണ്ടായിരുന്നില്ല. അപ്പോൾ വേറൊരു ഡോക്ടറിനെ കണ്ട്. ആ ഡോക്ടറും തന്ന മരുന്ന് ഞാൻ കഴിച്ചില്ല, 6 മാസം കഴിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് വന്നിട്ട് പറഞ്ഞു, മാതാവ് എനിക്ക് അമ്മ മാറ്റി തന്നാൽ മതി, എനിക്ക് മരുന്ന് കഴിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. എന്നിട്ട് മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ വയറ്റിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ഗ്യാസിൻ്റെ അസുഖം പൂർണ്ണമായി അമ്മ മാറ്റി തന്നു. അമ്മ മാതാവിന് 1000 നന്ദി. ഇനി ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്തു തന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഞാൻ പോകുന്നത്. ഇതെൻ്റെ മമ്മി മോളി റോബർട്ട്. മമ്മിക്ക് ഒരു ഫെബ്രുവരി ലാസ്റ്റ് ആയപ്പോഴേക്കും ഭയങ്കര ഹാർട്ട് ബീറ്റൊക്കെ കൂടി ഒരു ദിവസം പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് പേസ് മേക്കർ വെക്കണം, ആൾക്ക് ഹാർട്ടിന് ഇലക്ട്രിക് ബ്ലോക്ക് ഉണ്ടെന്നാണ്. അപ്പോൾ പെട്ടെന്ന് പേസ് മേക്കർ വെക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഡോക്ടർക്ക് തെറ്റിപ്പോയതായിരിക്കാം. കാരണം മമ്മിക്ക് ഹാർട്ടിന് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വേറെ രണ്ടാമതൊരു റെഫറൻസിന് വേണ്ടി വേറൊരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ആശുപത്രി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് പേസ് മേക്കർ വെക്കണം, പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത് കളയണം, കാരണം ആളുടെ പൾസ് ലോ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ 2025 ഫെബ്രുവരി ലാസ്റ്റ് ആയപ്പോഴേക്കും 28-ാം തീയതി ആയപ്പോഴേക്കും പോയി അഡ്മിറ്റ് ചെയ്തായിരുന്നു. അഡ്മിറ്റ് ചെയ്തപ്പോൾ ഏകദേശം 5-6 ലക്ഷം രൂപ അടുത്ത് ഇത് ചെയ്യാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ആ ഇൻഷുറൻസ് റിജക്റ്റ് ആയിപ്പോയി. അപ്പം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ ആ ഹോസ്പിറ്റലിൽ ഇരുന്ന് വളരെയധികം കരഞ്ഞ് പ്രാർത്ഥിച്ച്. അപ്പം മമ്മി എൻ്റെ അടുത്ത് പറയുന്നേടി, മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് കിട്ടുന്നുണ്ട്, എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം മമ്മി ഉടമ്പടി കാശ് രൂപം ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എന്തെങ്കിലും ഒരു വഴി കാണിച്ച് തന്നേക്കണേ, ഞങ്ങൾക്ക് ഇത്രയും കാശ് പെട്ടെന്ന് എടുക്കാനുള്ളൊരു സാമ്പത്തികാവസ്ഥയില്ല. അപ്പോൾ ഞാൻ എൻ്റെ സാറിനെ വിളിച്ചിട്ട് മമ്മിക്ക് ഇങ്ങനെ പേസ് മേക്കർ വെക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ സാർ എന്നോട് പറഞ്ഞു ESAയിലൊന്ന് പോയി നോക്കിക്കൂടെ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ആളെ ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റ് ചെയ്തേക്കാണ്. അപ്പം ഞാൻ ESAയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ESAയിൽ ഇത് ചെയ്യും, വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും, ഹാർട്ടിൻ്റെ പ്രോബ്ലം ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനപ്പോൾ മമ്മീനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത്. പക്ഷേ എല്ലാവരും പറഞ്ഞു, നിന്റെ ഒറ്റ പിടിവാശിയാണ് മമ്മീനെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകണം, എന്തെങ്കിലും വന്നാൽ നീ തന്നെ അത് നോക്കിക്കോണം എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നിന്നെ വിശ്വസിച്ചാണ് ഞാൻ എൻ്റെ മമ്മീനെ ഡിസ്ചാർജ് ചെയ്യണത്. അത് ഞങ്ങൾ ESA ചെന്നപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് റെഫർ ചെയ്ത് അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ESAന്ന് പകുതി കാശ് തരുമായിരിക്കും, ബാക്കി നിങ്ങൾ അടക്കേണ്ടി വരും. അപ്പം ഞാൻ വിചാരിച്ചു എന്നാലും കുഴപ്പമില്ല, ബാക്കി ഉണ്ടാക്കിയാൽ മതിയല്ലോ. അത് കഴിഞ്ഞ് ഇത് ഓപ്പറേഷൻ നല്ല സക്സസ്ഫുൾ ആയിട്ട് നടന്നു. അപ്പം മമ്മീനെ 5 ദിവസം ICUലായിരുന്നു ഇട്ടേച്ചത്. അപ്പം ICUവിൽ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ICU ആണ്. അപ്പം ഞാൻ ഈ ICU ഒക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ദൈവമേ ഇത് എന്തോരം രൂപയാവും എന്ന് വളരെയധികം പേടിച്ചായിരുന്നു. കൂടാതെ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ മമ്മിക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഒത്തിരി കാശാവുമെന്ന് ഞാൻ പേടിച്ച് ബില്ല് അടക്കേണ്ട സ്ഥലത്ത് ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞത് 2950 എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ചെവിയുടെ കുഴപ്പമായിരിക്കും, 2 ലക്ഷത്തിയായിരിക്കും പറഞ്ഞേക്കണേന്ന് ചോദിച്ചു. ഞാൻ ഒന്നും കൂടി ആ അക്കൗണ്ടന്റിനോട് ചോദിച്ചു എത്രയാണ് പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ആള് പറഞ്ഞു 2950. ഇത് മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്ത് കിട്ടിയതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ ചെയ്യണത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാനും മമ്മിയും കൂടി പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. ചില സമയത്ത് പുറത്തുനിന്ന് വാങ്ങിച്ച് ബിരിയാണിയൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ
KSRTC ബസ് സ്റ്റാൻഡിലും ബസ്സിലൊക്കെ ഉടമ്പടി പത്രം വിതരണം ചെയ്യാറുണ്ട്. പിന്നെ വീടിൻ്റെ പരിസരത്തുള്ളവർക്കും പിന്നെ പള്ളിയിലുള്ളവർക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് ഇത് മാത്രമല്ല, മാതാവിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എപ്പോഴും എന്തെങ്കിലും അപകടങ്ങൾ, റോഡ് അപകടങ്ങളോ പാമ്പിൻ്റെതായ എന്തെങ്കിലും ആക്രമണങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ എത്ര പെട്ടെന്ന് രക്ഷിക്കാറുണ്ട്. ഒത്തിരി അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അമ്മ മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. യെശയ്യാ 45:2. ഞാൻ നിൻ്റെക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. റിനു റോബർട്ടിൻ്റെ സാക്ഷ്യം പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് സമർപ്പിച്ചത് വളരെ രസകരമായും എന്നാൽ അതിലേറെ വേദനയോടുകൂടിയാണ്. ആ കുട്ടി ആ സമയത്തുള്ളായിരുന്ന വേദനകളെല്ലാം അമ്മയോടെല്ലാം ചോദിച്ചിട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഈ മോള്. ആ മോൾക്കും അമ്മ തക്ക സമയത്ത് കൊടുക്കുകയാണ് പറഞ്ഞ്. അവൾക്ക് മുൻപേ ദൂതനെ അയച്ച് എല്ലാ മലകളും നിരപ്പാക്കിക്കൊണ്ട് ബാങ്കിൽ നിന്ന് ഒരാളെ കാണിച്ചു കൊടുത്തു. ആ വ്യക്തി കൊടുത്തപ്പോൾ ആ പൈസ അവർക്ക് തിരിച്ചു. അവളുടെ ജോലി നഷ്ടപ്പെടുമെന്നുള്ള വേദനയോടുകൂടി അമ്മയെടുത്ത് പറയുന്നത്. പ്രിയമുള്ളവരെ, എല്ലാവരും ഓർക്കേണ്ടത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് അമ്മയുമായിട്ടുള്ള ബന്ധം കൂടുതൽ വേണം. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ അമ്മയോട് സംസാരിക്കുന്നതാണ്. അവരും പറയുന്നത് ഇതാണ്. ആ മോള് പറയുന്നത്, ഞാൻ പറഞ്ഞു അമ്മ എനിക്കിത് തരണേ, അമ്മ എനിക്കിത് വാങ്ങിച്ചു തരണമേ എന്നാണ് പറയും. അതുകൊണ്ട് അമ്മ കൂടെ നിന്നുകൊണ്ട് ചെയ്തു കൊടുത്തതാണ് ആ മോൾക്കും അവരുടെ അമ്മയ്ക്കും. 2 ലക്ഷത്തിലധികം രൂപ വേണ്ട പാട്ടിൽ 2900 സംതിങ് രൂപയിൽ അവളുടെ രോഗം മാറ്റിക്കൊടുത്തു. ഇതെല്ലാം അമ്മയുടെ കാര്യം, അമ്മ ചെയ്തു കൊടുക്കുന്നതാണ്. കാനായിലെ കല്യാണം വരുന്നതിൽ സമയമായിട്ടില്ലെങ്കിലും മോനെ അത് ചെയ്യുമെന്ന് പറയുമ്പോൾ അനുസരിച്ച ഈശോയോട് തൻ്റെ അമ്മ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അമ്മ ഉടനടി പരിഹാരം കാണിച്ചു കൊടുത്തു. അതാണ് ഉടമ്പടിയിൽ ഉടനടി പരിഹാരം. അങ്ങനെ ചെയ്തു തന്ന ഈ മോളുടെ ഈ സാക്ഷ്യം പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് നമ്മൾക്ക് കൈകളടിച്ച് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.